ഗൈസ് നമുക്കൊന്ന് മാഹി പള്ളി വരെ പോയിട്ട് വന്നല്ലോ. ഗൈസ് ഇവിടെ വിലക്കുറവിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നതാണ് പറഞ്ഞു കേട്ടത്. വിസ്മയ്ക്ക് എന്താ പ്രത്യേകിച്ചൊരു സാധനം കിട്ടുന്നത് പറഞ്ഞു. അപ്പൊ വിസ്മയ്ക്ക് എന്തോ വാങ്ങണമെന്ന് പറയുന്നതായിട്ട് നല്ല വെയിലാണ്. ഇങ്ങനെ തേരാപ്പാര നടക്കുക, കരിയോ വെയിലത്ത്, അതിനാണ് നമ്മൾ വന്നത് ആക്ച്വലി. ഇനി നമുക്ക് മറ്റേ വെള്ളത്തിൻ്റെ അടുക്ക പോവാം. വെള്ളം യെസ്, ആ വെള്ളമല്ല വേറെ വെള്ളം. വിസ്മയ പറയുന്നു കടലും പുഴയും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇതങ്ങ് അവിടെ. ഐസ്ക്രീം വാങ്ങാം. ഇത്രയും ഫ്ലേവേഴ്സ് ഉണ്ടായിട്ടും ഞാൻ ചൂസ് ചെയ്യുന്ന എപ്പോഴും ഈ ഒരു ചോക്ലേറ്റ് ആയിരുന്നു. ഈ വെയിലത്ത് നമ്മളെ ഐസ്ക്രീം ഒന്നും കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഈ പൊരി വെയിലത്ത് ആരെങ്കിലും വരുമോ ഗൈസ് ഇതുപോലെ കടൽ കാണാൻ? എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആവും തോന്നുന്നു അല്ലെ ആമ്പിളറൊക്കെ വരാൻ. എന്നോട് ഇരിക്കുന്നു ആരെങ്കിലും വരുമോ ഇതുപോലെ? ഒരു ഹായ് പറയോ നമ്മളെ ചാനലില്, നമ്മൾ ഓഡിയൻസിന് എടുക്കുക. ഹായ് പറയും. എന്നോട് അമ്മ പറഞ്ഞു പുറത്തുനിന്നൊന്ന് വാങ്ങിച്ച് കഴിക്കുന്നു. സോ അമ്മ പാക്ക് ചെയ്തൊന്ന് വെള്ളമായിരുന്നു. കുറച്ച് അമ്മ വെള്ളം തരും. പണ്ടത്തെ കളർ പോട്ട് ഓർക്കുന്നുണ്ട്. മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, ചുണങ്ങി വായ്പുണ്ട്. എനിക്കെന്താ വെച്ചാൽ വേണ്ടേ? ചോക്ലേറ്റ് ബുക്ക് നോക്ക്. നിങ്ങൾ ഈ കാണുന്നതാണ് പള്ളിയിലേക്ക് കയറാനുള്ള ക്യൂ. എങ്ങനെ കയറും? നമ്മളിപ്പോ ഫുഡ് കഴിക്കാനുള്ളൊരു സ്പോട്ട് തപ്പി നടക്കും. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പൊ നമ്മളെന്താ വിസ്മ എനിക്കെന്താ വേണ്ട കഴിക്കാൻ? വിസ്മയുടെ കസേര പൊട്ടി കഴിഞ്ഞു, ആടി കഴിച്ചു. അപ്പോൾ ഞാൻ ബിരിയാണി, എനിക്കെന്താ വേണ്ട? ബിരിയാണി, 2 ബിരിയാണി, 3 ബിരിയാണി. ബിരിയാണി തീർന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ നമ്മുടെ ബിരിയാണി കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു, വയറ് നിറഞ്ഞു. ഇനി നമുക്ക് വീണ്ടും പോവാം അമ്യൂസ്മെന്റ് പാർക്ക്. ഇപ്പോൾ വിസ്മയൊക്കെ ആകാശത്തൊട്ടിൽ കയറണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ച് തോണി. അപ്പോൾ നമ്മൾ വിചാരിച്ച് അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്, അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. മഴ പെയ്താ പിന്നൊന്നും പറഞ്ഞ കാര്യമില്ല. നല്ല മഴക്കാറുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് കണ്ടിട്ട് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ വിസ്മയ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ തൊട്ടിൽ കയറാന്ന് വിചാരിച്ച് പോയപ്പോഴത്തേനും അത് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇപ്പം ടൈം എത്ര വിസ്മയ? ഇപ്പം 3:40 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് ഈവനിങ്ങിൽ മാത്രമേ അത് ഓപ്പൺ ആക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇനി പിന്നെയും വരാം. അതുവരെ നമുക്ക് കടലിലേക്ക് നടക്കാൻ പോകാം. running down to the riptide, taken away to the dark side. Oh.
the song, and I got a lump in my throat, 'cause you're gonna sing the words wrong. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഇരിക്കുക, നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്. ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല രസമാണ്. എന്നിട്ട് ഒരുത്ത് പൊട്ടി അടിക്കുന്നായിരുന്നു. അതിന് വീഡിയോയിലിടെ കുഴിപ്പന്നെ ഞാൻ കൊഴിഞ്ഞു. ഗായ്സ് വേണ്ടേ ഈ പൈസ മതി. ഈ വൈകുന്നേരം കടലിൽ ബീച്ചിൽ വന്ന് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ഓ സാറേ, Running down to the riptide, taken away to the dark side. I wanna be lady. Running down to the riptide, taken away to the dark. ഇപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ ഏകദേശം കഴിയാറായി. ഇനി ഒന്നും ചെയ്യാനില്ല ആക്ച്വലി. ഇതിപ്പം ഇവിടെ വെളിച്ചമൊക്കെ കുറഞ്ഞ് ഇപ്പം ഏകദേശം നൈറ്റ് ആവേണ്ട ഒരു മൂഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചുമ്മാ എന്താ ചെയ്യാന്നറിയില്ല, റൈഡുള്ള അടുത്തുനിന്ന് കയറി നോക്കുക, ചുമ്മാ നോക്കുക, എന്നിട്ട് വീട്ടിൽ പോവുക, സ്ഥലം പിടിക്കുക. This guy decides to quit his job and head to New York City. This cowboy's running from himself. She's been living on the highest shelf. അപ്പോൾ രാത്രിയായി ഏകദേശം ഇവിടെ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് തുടങ്ങിയിരിക്കുക. ഫോണിൽ ചാർജും ഇല്ല, അപ്പോൾ ഇനി വ്ളോഗ് എടുക്കലും മിക്കവാറും നടക്കത്തില്ല. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.